നഷ്ടപ്പെട്ടു പോയില്ലേ ഖിയാമത്തിന്റെ അലാമത്ത്. ആ 2:11 ഇട്ട് കൊടുത്താ വക്കബോർഡെന്ന് പറഞ്ഞു കേട്ടോ. കുറച്ച് പറഞ്ഞുതരാം. പൊടുമുതൽ അന്യാധീനപ്പെടുന്ന കാലഘട്ടം വരിക. നിരീശ്വര നിർമ്മിത പ്രസ്ഥാനക്കാർ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വേദികളിൽ കയറിയിരിക്കുക. ആയിരക്കണക്കായ പള്ളികളിൽ ലക്ഷക്കണക്കായ വഖഫിന്റെ ആധാരത്തിന്റെ ഇന്ന് മുതൽ ഇന്നലെ മുതൽ അധികാരി നിരീശ്വരവാദത്തിന്റെ ആലയത്തിൽ കിടന്നുരുളുന്നവനാ. ജീവിതത്തിൽ ഒരു വഖത്ത് നിസ്കരിക്കാത്തവനാ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. മൊയ്തീൻ പള്ളി വഹാബികൾക്ക് വിട്ടുകൊടുത്തവർ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഷാദിലി പള്ളി വിട്ടുകൊടുത്തവർ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അറബി ടെക്സ്റ്റ് പുസ്തകത്തിൽ വഹാബിസം തിരികെ കയറ്റിയവർ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അമ്പർന്നങ്ങൾ അകലത്തു നിന്നാലും സുബ്ഹാനല്ലേ. ഇത് ചെല്ലേണ്ടത് എവിടെയെന്നും അറിയില്ല. ആലോചിക്കുക നിങ്ങൾ. റഹ്മത്തുള്ളാഹി കാസിമിയുടെ ഖുർആൻ പ്രഭാഷണം ഉദ്ഘാടനത്തിന് മാർക്കറ്റുകാരെ വിളിച്ചവർ സുബ്ഹാനല്ലാഹ് ഡബിൾ സുബ്ഹാനല്ലാഹ്. അവനവന്റെ കണ്ണിലെ കുന്തം കഴിഞ്ഞിട്ട് പോരെ ആരാന്റെ കണ്ണിലെ കരടി ഊതി കൊടുക്കാൻ. ഇവിടെ ഖുർആൻ പ്രഭാഷണ പരിപാടി ഉദ്ഘാടനത്തിന് മാർക്സിസ്റ്റുകാരെ വിളിക്കുക. അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ഭാഷത്തിന് മാർക്സിസ്റ്റുകാരെ വിളിക്കുക. കടമ റഹ്മാനിക്ക് മാർക്സിസ്റ്റുകാരെ വിളിക്കുക. അതൊക്കെ ചെയ്യുന്ന കുഴപ്പമില്ല. എന്നിട്ടോ ഈ വഖഫ് ചേമരാളെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ദിക്റൊക്കെ ഏതായാലും നിങ്ങൾക്ക് പറ്റൂല. അങ്ങനെയും ചെല്ലിയോളാലും സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. അല്ലങ്ക അങ്ങനെ തോനെ ദിക്ർ ചെല്ലാൻ തൂഫിക്കുമാറാവട്ടെ. എന്നിട്ട് നന്നാങ്കിലെ കൂട്ടേന്റെ വർക്കത്തുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. എന്തേ ഈ രൂപത്തിന് വിഷയങ്ങളൊക്കെ പറയുമ്പോ പണ്ഡിതന്മാരെ വളരെ ചീപ്പാക്കാൻ വേണ്ടി എവിടെ പഴുതുണ്ടോ നോക്കിയിട്ട് പരമാവധി നാക്കിട്ടടിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല. ആ ജാതി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട ഇമാമുന നവവി റളിയല്ലാഹു തആല അൻഹുവിന് അത്തിബിയാൻ ഫി ആദാബി ഹമലത്തുൽ ഖുർആൻ എന്നൊരു കിതാബുണ്ട്. ഖുർആൻ ക്ലാസ്സുകാർ പാലിക്കേണ്ട മര്യാദ എന്നതിന്റെ വേണമെങ്കിൽ അർത്ഥം. ആ കിതാബ് ഒരു ആവർത്തി നോക്കണോ നല്ലതാ. എന്തുകൊണ്ട് നിങ്ങള് മിസ്റ്റർ കാസിമി ആ കിതാബ് ഇല്ലെങ്കിലേ പതുക്കെ അൽഫലാഖൊന്നും വിളിക്കുക കാരക്കൊന്ന് ഇൻഷാ അല്ലാഹ് മുത്താലിങ്ങളെ വിട്ടിട്ട് അവിടെ എത്തിച്ചോളാം. എന്നിട്ട് നോക്കാൻ നമുക്കൊരാൾ മോശമാണ് നമുക്ക് അഭിപ്രായമല്ല. നിങ്ങൾ പാസ് ചെയ്യായി കൂടിയാണല്ലോ നമ്മളാട്ട് കൂടിയാണല്ലോ. ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ പണ്ടത്തെ ലോകം ഉണ്ടാവും. നിങ്ങൾ മറന്നുകൂടെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ പുതുക്കി തന്നെ ഇൻഷാ അല്ലാഹ്. നേരത്തെ പറഞ്ഞ സീനിയറ്റിനായിട്ട് ഒരു ബന്ധമൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അപ്പൊ കൊടക്കച്ചവടമൊക്കെ. അപ്പൊ ഏതായിരുന്നാലും ആ കിതാബ് ഒന്ന് നോക്കിയാൽ ഇത് കാണാം. എന്താണത്? പണ്ഡിതന്മാരെ ചീത്ത വിളിക്കാൻ, പണ്ഡിതന്മാരെ ആക്ഷേപിക്കാൻ വേണ്ടി നിങ്ങളെ നാവരെ നിങ്ങൾ ദുരുപയോഗം ചെയ്താൽ ഹൃദയം ചത്തുപോകൽ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും കേട്ടോ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാസിമിക്കും തൗബ ചെയ്യാനുള്ള അവസരം കൊടുക്കട്ടെ. എന്തുകൊണ്ട് ലോകം അംഗീകരിച്ച പണ്ഡിതന്മാർ തള്ളവിരിക്കുന്ന സാദാത്യങ്ങൾ യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ള പണ്ഡിതന്മാർ അല്ലാഹു തആല കൊടുത്ത അറിവനുസരിച്ച് പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഓ മിസ്റ്റർ കാസിമി അല്ലാഹുവിന്റെ അബീ വാഗ്ദാനം ചെയ്ത സ്വർഗം, ആ സ്വർഗം ഒന്നേതാണ്. മൻ ബറല്ലാഹു ലഹു ബൈതൻ ബറല്ലബനൽ മസ്ജിദുല്ലാഹി ബറല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. പടച്ച തമ്പുരാൻ ആരാധിക്കാൻ വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കിയാൽ അല്ലാഹു സ്വർഗത്തിൽ വീട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഓ മിസ്റ്റർ കാസിമി, എത്ര പള്ളിയെടുത്തു നിങ്ങൾ ഈ സമുദായത്തിന് വേണ്ടി? അതേസമയം 1314 പള്ളികൾ ബഹുമാനപ്പെട്ട കാന്തപുരം നിർമ്മിച്ച പള്ളികളില്ലേ? ആ പള്ളികള് നിങ്ങളുണ്ടാക്കിയ പള്ളി പോലെയല്ലല്ലോ. അതേ നിസ്കരിക്കാൻ ആളില്ലാത്തതിന്റെ പേരില് പൂട്ടിയിടപ്പഴോട് ഗതിയോടെയൊക്കെ നിങ്ങളെ പള്ളിയിലെത്തിയിട്ടില്ലേ? അതേ സമയത്ത് കാന്തപുരം ഉസ്താദ് ഉണ്ടാക്കിയ പള്ളി പോയി നോക്കിക്കോ. കൊണ്ടോട്ടിയിലെ പള്ളി നോക്കിക്കോ, മഞ്ചേരിയിലെ പള്ളി നോക്കിക്കോ, ഇടവണ്ണ പള്ളി നോക്കിക്കോ, വാക്കാലൂരെ പള്ളി നോക്കിക്കോ, കോഴിക്കോട് കോംപ്ലക്സിലെ പള്ളിയും സ്റ്റേഡിയത്തിലെ പള്ളി നോക്കിക്കോ, അങ്ങ് ഡൽഹിയിലെ പള്ളി നോക്കിക്കോ, തമിഴ്നാട്ടിലെ പള്ളി നോക്കിക്കോ. എവിടെയൊക്കെ കാന്തപുരം പള്ളി നിർമ്മിച്ചോ ആ പള്ളിയെല്ലാം ജനനിബിഡമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ഓഫർ, ഒരൊറ്റ പള്ളി ഉണ്ടാക്കിയാൽ സ്വർഗത്തിന്റെ ഭവനമാണ്. അനവകാഫിറുൽ യതീമി ഫിൽ ജന്നത്തി ഹക്കദാ.
തീൻകുട്ടിയെ പോറ്റി വളർത്തിയവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. മിസ്റ്റർ കാസിമി, എത്ര തീൻകുട്ടികളെയാ നിങ്ങൾ പോറ്റിയത്? അതേസമയത്ത് കാന്തപുരം ഉസ്താദാണെങ്കിലോ സുബ്ഹാനല്ലാഹ്, ഇവിടെ ആയിരക്കണക്കിന് മക്കളെ പോറ്റിയില്ലേ? ഇപ്പോഴും 800 ചില്ലാനം മർക്കസില്ലേ, 300 ചില്ലാനം പെൺകുട്ടികളോ മറഞ്ചാട്ടിലും മറ്റും പഠിക്കുന്നില്ലേ? ഹോം കെയർ പദ്ധതി പ്രകാരം 1000 തീൻകുട്ടികളെ വീട്ടിൽ വെച്ച് പഠിപ്പിക്കാൻ ഏറ്റെടുക്കുന്നില്ലേ? സുബ്ഹാന ജല്ല ജലാലു. ഇപ്പോഴാണോ നിങ്ങൾ തെറി പറയുന്നത്? അവരെയാണോ സമൂഹത്തിൽ എത്തിക്കാണിക്കുന്നത്? പോരാ, നിങ്ങളത്തെ പെൺകുട്ടികളെയാ കെട്ടിച്ചയച്ചത്. 250 ചില്ലാനം പാവപ്പെട്ട പെൺകുട്ടികൾ കാന്തപുരം ഉസ്താദ് കെട്ടിച്ചയച്ചോ? അസ്സാവി അനൽ അറുമിലെത്തിയവരിലെത്താമ കൽ മുജാഹിദ് ഫീ സബീലില്ലാഹ്. പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളോ അല്ലാഹുവിന്റെ മാർഗത്തിലെ ധീരയോദ്ധാക്കളാണ് എന്ന് നിമിത്തങ്ങൾ പഠിപ്പിച്ച ഹദീസില്ലയോ? അത് ഓരോറ്റിക്കോ നിങ്ങള്. ദീനിന്റെ നിലനിൽപ്പായ ശറഅന്റെ ഇൽമ, ആ ഇൽമിനെ സംബന്ധിച്ച് എന്താ റസൂൽ പറഞ്ഞത്? കുൻ ആലിമ, ഒന്നുകിൽ നീ നല്ല പണ്ഡിതനാകണം. അതേ, അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രസംഗവേദികളിലും അതുപോലെ ഈജിപ്തിന്റെ തെരുവോരങ്ങളിലും എന്നിവേണ്ട കേരളത്തിലെ കൊട്ടപ്പുറത്തെ കട്ടപ്പാടത്ത് വരെ കുട്ടി മുജാഹിദിനെ മുട്ടുകുത്തിച്ചേടം മുതൽ തുടങ്ങിയിട്ട് കാന്തപുരം ഉസ്താദുള്ള വിപ്ലവ പ്രവർത്തനങ്ങളില് കാന്തപുരം ഉസ്താദ് എടുത്തു കൊടുക്കുന്ന ക്ലാസുകളിൽ നിന്ന് വീര്യം ഉൾക്കൊണ്ടാൻ പേരോട് ഉസ്താദിനെ പോലെ, മാളിയേക്കൽ, കൊളത്തൂർ, ഏലംകുളം സഖാഫികളെ പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ, ചെറിയ പി ഉസ്താദിനെ പോലെ, മരഹൂം അണ്ടൂർ ഉസ്താദിനെ പോലെ ഉണ്ടായിരുന്ന ധാരാളം ധീരന്മാരായ പണ്ഡിതന്മാർ, ഇവരെയൊക്കെ സമൂഹത്തിൽ സംഭാവന ചെയ്തുകൊണ്ട് ആ കുന്നാലിമൻ ഈ ഹദീസിനെ ബഹുമാനപ്പെട്ട ഉസ്താദൻ നിർത്തമാക്കിയോ? ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിഅൻ ഫലാ തകുൻ ഖമിസാ. 5ാമത്തെ വകുപ്പിൽ പെടരുത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? പക്ഷേ ഉള്ള സ്ഥാപനത്തെ മുഴുവനും മുടക്കിയിട്ട്, ആലിമികളെ ചീപ്പാക്കിയിട്ട്, പണ്ഡിതന്മാർ നിസ്സാരമാക്കി 5ാമത്തെ വകുപ്പിൽ കാസിനികൾ പെട്ടുപോകരുത് കേട്ടോ. ഇത് നോക്കിക്കോ നിങ്ങള്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ മരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുള്ളത് കിണർ കുഴിച്ചു കൊടുത്തു എന്നാണ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് 100 കിണർ കുഴിച്ചു ഉപകാരം തുടങ്ങിക്കഴിഞ്ഞു. 313 കിണറുകളുടെ പണി ദ്രുതഗതിയിൽ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. മിസ്റ്റർ കാസിമി, എത്ര കിണറാണ് നിങ്ങൾ കുഴിച്ചു കൊടുത്തത്? പറയണം സമൂഹത്തോട്. നിങ്ങൾ എത്ര കിതാബ് എഴുതി, നിങ്ങൾ എത്ര പുസ്തകം എഴുതി? നിങ്ങൾ കാന്തപുരം ഉസ്താദ് അതെല്ലാം ചെയ്തതാണ്. ഈ പോലെയുള്ള സേവനങ്ങളൊക്കെ ചെയ്യുന്ന മഹാന വ്യക്തിത്വത്തിനെയും ആ വ്യക്തിത്വത്തിന്റെ പ്രസരിക്കാൻ കാരണമായ മർക്കസിനെയും ആ മർക്കസ് തണലിരിക്കുന്ന താജുൽ ഉലമയടക്കമുള്ള സാദാത്തുക്കളെയും അതുപോലെ മറ്റ് സൂഫി വല്യന്മാരെയും ഒക്കെ ആക്ഷേപിച്ച് ആക്കിബത്ത് ചീത്തയാകാതിരിക്കാൻ മാപ്പ് ചോദിച്ചുകൊണ്ട് നിങ്ങൾ വരണം. ഒറ്റ കാര്യം കൂടി ഞാൻ ഉണർത്തുന്നു. കാന്തപുരം ഉസ്താദിനെ എഴുത്താനും മർക്കസത്തിൽ എന്തായിട്ടാനും പല ഉപജാപൂർത്തങ്ങളും പ്രവർത്തനങ്ങളും നിങ്ങൾ നടത്തി. എത്രത്തോളം സഖാഫിമാരെ രംഗത്തിറക്കി. 16 ദിവസം കൊണ്ട് സനത് ദീപസ്തംഭം മഹാചദ്യം എന്ന് പറഞ്ഞ് നിങ്ങൾ വ്യാജ സഖാഫിമാരെ രംഗത്തിറക്കി. എവിടെ പോയി ആ സഖാഫി? ഞാൻ ബഹുമാനപ്പെട്ട മമ്പറം തങ്ങള് ഹദ്റത്തിൽ വെച്ചിട്ടൊരു വെല്ലുവിളി നടത്താൻ ആഗ്രഹിക്കുകയാണ്. എന്റെ നന്ദി ദാറുസ്സലാമിലെ അറബി കോളേജിന്റെ സൽദാന ചടങ്ങിൽ വെച്ചിട്ട് സർട്ടിഫിക്കറ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അബ്ദുസ്സമദ് പൂക്കോട്ടൂർ എന്ന് പറയുന്ന നിങ്ങളെ നേതാവ് പ്രസംഗിച്ചു. എന്റെ 16 ദിവസം കൊണ്ട് മർക്കസിൽ സഖാഫി ബിരുദം കൊടുത്ത സഖാഫിയുടെ സനദാണിതി എന്ന് പറഞ്ഞ് നിങ്ങൾ നാടുകളെ കൊണ്ടു നടന്നില്ലേ? കാന്തപുരം ഉസ്താദിനെ ചീത്തയാക്കാൻ, മർക്കസിനെ മോശമാക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു. ആ സഖാഫിയെ സ്റ്റേജിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ആർജവമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരണം. പോലീസ് വന്ന് പിടിച്ചപ്പോ അവസാന കാന്തപുരം ഉസ്താദിനെ കേന്ദ്രത്തിലേക്ക് പരസ്യമായി കൊണ്ട് നിങ്ങൾ മാപ്പ് ചോദിച്ചു. ആ സഖാഫി അതിനെ ക്ലിപ്പ് വേണമെങ്കിൽ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഇടാൻ സമയം അനുവദിക്കുന്നില്ല. ഈ രീതിയിൽ ഇൻഷാ അല്ലാഹ് കാന്തപുരം ഉസ്താദിനെ കുതിര കയറിയ ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാം ഇന്ന് പഞ്ചപുച്ഛമടക്കി മാപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇൻഷാ അല്ലാഹ് കാസിമിയും കാന്തപുരത്തോളം മാപ്പ് ചോദിക്കേണ്ടി വരുമെന്ന് ഞാൻ അവസാനമായി ഉണർത്തി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നാം പരസ്പരം ഇങ്ങനെ കലഹിക്കേണ്ട ആളുകൾ അല്ല. നമ്മുടെ സാഹചര്യം വളരെ മോശമാണ്. അഫ്ഗാനിലും ഫലസ്തീനിലും ഇറാനിലും
ഇറാഖിലും കശ്മീരിലും ഗുജറാത്തിലും പാവപ്പെട്ട മുസ്ലിം മക്കളുടെ ശരീരം കൊണ്ട് അമ്മാനമാടി കളിക്കുകയാണ് ഇസ്ലാമിന്റെ ശത്രുക്കള്. പലസ്തീനിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ മക്കളെ ദീനബോധനങ്ങളാണ്. അഫ്ഗാന്റെ മലമടക്കുകളിൽ നിന്ന് ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുന്നത് വിധവകളാകുന്ന സഹോദരിമാരാണ്. ഗുജറാത്തിൽ നമ്മുടെ സഹോദരന്മാർ വലിയ വിഷമത്തിലാണ്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനിയെങ്കിലും ഒരു നല്ല സ്വയബുദ്ധിയോടുകൂടെ നാം തമ്മിൽ പ്രശ്നങ്ങളില്ലാതെ സുന്നത്തമാത്തിന്റെ പാതയിൽ ഒറ്റക്കെട്ടായി സാദാത്യങ്ങളെയും പണ്ഡിതന്മാരെയും അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ നമ്മളൊക്കെ പരിശ്രമിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ ചെയ്ത് എല്ലാവരും ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമായിട്ട് ചൊല്ലി SSFന് വേണ്ടിയും SVSന് വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ച് മരിച്ചുപോയ ധാരാളം പ്രവർത്തകന്മാർ, പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ഉസ്താദുമാർ എല്ലാവരും അവരുടെ ഹദ്റത്തിലേക്ക് അതെത്തണം. ബാക്കിബത്ത് നന്നായി കിട്ടണം. മമ്പർന്നങ്ങൾ പാപ്പൻ ഹദ്റത്തിലാണ് നമ്മളുള്ളത്. ധാരാളം സാദാത്യങ്ങൾ സദസ്യരുണ്ട്. എല്ലാം വെച്ച് ദിക്ർജില്ല. കൂട്ടത്തിൽ ചെറിയ സ്വതഖ ബഹുമാനപ്പെട്ട നങ്ങൾ പാപ്പന്റെ കൈകൾ കൊണ്ടുവന്ന് കൊടുക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല സദസ്സ് കബൂൽ ചെയ്യുമാറാകട്ടെ.